ടു അഞ്ജലീസ് കറിവൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മോര് കറി കേട്ടോ. കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ട്, എപ്പോഴും ഉണ്ടാക്കിയ പോലത്തെ അല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കാം. ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ സുഖമില്ലാത്താകുമ്പോൾ ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കടുകും ഉലുവയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇല്ല, അതെണ്ണ ചേർക്കാത്ത. കുറച്ച് മതി കേട്ടോ. പിന്നെ 2 ചുവന്ന മുളക് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സിമ്പിൾ കറിയാണ്. ഇനി ഒരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ, വലിയൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കട്ട് ചെയ്തത്. ഒരു 5 മിനിറ്റ് മതിയിട്ടാ ഈ കറി റെഡിയായി കിട്ടാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാളയും ഇഞ്ചിയും അതേ ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നും ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈസി കറി കേട്ടോ. അതിന് 2 മിനിറ്റ് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടി വരണം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണല്ല. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ആ സമയം കണ്ടിട്ട് നമുക്ക് തൈര് എടുത്തിട്ടുണ്ടേ. 2 കപ്പ് തൈര് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോഴേക്ക് കണ്ടാൽ നമ്മൾ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ആ വെള്ളം ചേർക്കാതെ കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ മോരെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ.
നല്ല ചൂടുണ്ടേ, മിക്സ് ചെയ്തില്ലെങ്കിലും ഇതാവും കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇങ്ങനെ ഒന്ന് 2-3 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയല്ല നമ്മൾ സിമ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയല്ല, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.